നമസ്കാരം. പൊടി പാറും കന്നഡ യുദ്ധം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കർണാടക തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും BJP നേതാവ് യെഡിയൂരപ്പയും തമ്മിലുള്ള പോരിനുപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക് പോരിനാണ് കന്നഡ നാട് സാക്ഷ്യം വഹിക്കുന്നത്. അഭിപ്രായ സർവേകൾ കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും കടുത്ത മത്സരമാണ് കർണാടകയിൽ. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് ഒരു ചുവടുകൂടി വയ്ക്കാനാണ് BJP ശ്രമമെങ്കിൽ 2019 മോദി മുക്ത ഭാരതത്തിൻ്റെ ആദ്യ ചുവടായാണ് കോൺഗ്രസ് കർണാടക തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. യോദ്ധാക്കൾ ആവനാഴിയിലെ സകല ആയുധങ്ങളും പുറത്തെടുത്ത കന്നഡ യുദ്ധത്തിൻ്റെ കഥയുമായി തുടങ്ങാം. ഈ ഓട്ടത്തിൽ ഗിഞ്ചിമുടക്കാർ ജയിച്ചാൽ മാടമ്പിക്കാർ എന്ത് തരും? 101 പറ നിലം, 101 വണ്ടിക്കാള, 101 കറവപ്പശുക്കൾ. ഗിഞ്ചിമുടക്കാർ തോറ്റാലെന്ന് തരും. 202 പറ നിലവും 202 വണ്ടിക്കാളയും 202 കറവപ്പശുക്കളെയും തന്നേക്കാം. എന്ന് തുടങ്ങാം. ಕನ್ನಡ ನಾಡಿನ ಮಹಿಮೆ ಹಾಡಲು ಬೆಂದೆವು ನಾವುಗಳು. ಕುಡಗಿನು ಸೊಬಗಿನು ಬಣ್ಣಿಸುವೆವು ಕೇಳಿರಿ ನೀವುಗಳು. കന്നി വസന്തം കാറ്റിൽ മൂളും കന്നഡ രാഗങ്ങൾ കുടമണി കൊട്ടിത്താളം തുള്ളും കുടകിലെ മേഘങ്ങൾ. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. BJP പ്രചാരണത്തിൻ്റെ കുന്തമുന പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗമെഴുത്തുകാർ വരുത്തുന്ന ചരിത്രപരമായ പിശകുകൾ മോദിയെ പിന്തിരിപ്പിക്കുന്നില്ല, അടിച്ചു വിടുകയാണ് തിരഞ്ഞെടുപ്പ് റാലികളിൽ. സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പേപ്പർ നോക്കാതെ 15 മിനിറ്റ് പറയാൻ രാഹുൽ ഗാന്ധിക്കാവുമോ എന്നാണ് മോദിയുടെ ഒരു ചോദ്യം. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി ചുവടുറച്ച കൂട്ടരാണ് കളമറിഞ്ഞ് കരുവരിഞ്ഞ് തലവനുണ്ടടാ. ഉശിരോടെ നെഞ്ചും വിരിയണിതാ, കരി വീട്ടി കയ്യും പിന്നടിതാ, ഇരു കണ്ണിൽ ചെന്നിയാണിതാ. आप 15 मिनट हाथ में कागज लिए बिना कर्नाटक की आपकी सरकार की अचीवमेंट सिद्धियां 15 मिनट कर्नाटक की जनता के सामने बोल दीजिए. To please explain to the people of Karnataka why he has chosen a corrupt person with a record of being in jail as his chief ministerial candidate. People of Karnataka want to know why Mr. Narendra Modi could not find a non-corrupt chief ministerial candidate. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. Also they want to know why Mr. Narendra Modi has given 8 tickets to the Reddy brothers who have stolen 35,000 crores. I'll repeat that, 35,000 crores of Karnataka people's money. This is the main question that is on the minds of the people of Bangalore and the people of Karnataka. Prime Minister should answer this question. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. ചോദ്യത്തിന് ഉത്തരം ആരും നൽകാറില്ല, മറുചോദ്യമാണ് മികച്ച ഉത്തരം. 10 മറുചോദ്യത്തിന് ഉത്തരം തേടിയാണ് രാഹുലിൻ്റെ തിരിച്ചടി. പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി താൻ തന്നെ ആയിരിക്കും എന്നും രാഹുൽ കർണാടകത്തിൽ വെളിപ്പെടുത്തി. ജാഫറെ, ഏതൊരു ഭീരുവിനും ധീരനാവാൻ കാലം ഒരു അവസരം നൽകും. ആ അവസരമാണിത്.
നിങ്ങൾ എന്റെ കൂടെയുള്ളിടത്തോളം കാലം ഒരുത്തൻ എന്നെ കൊല്ലാൻ കഴിയില്ല മാമ. But I'm pretty convinced that Mr. Modi is not going to be the Prime Minister. I can see it in his face. He knows it. Will you be the Prime Minister? Well, that depends. That depends on how well the Congress party does. No, I'm talking of alliances. I mean, the Congress party, if it's the biggest party, yes. We will. Wish you all the best. Thank you. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. മോദിയുടെ പ്രസംഗിക്കാനുള്ള കഴിവിനെ പുകഴ്ത്തിയ സോണിയാഗാന്ധിയുടെ ആക്രമണവും മോദിക്കെതിരെ തന്നെ. നാട്ടുപാട്ടുണ്ടേ, തേനിലാവുണ്ടേ, നേർത്ത മഞ്ഞുണ്ടേ, നീലമുകിലുണ്ടേ, അമ്പിളിവാനിലുദിച്ചതുപോലൊരു പെൺകൊടി വരണുണ്ടേ, ചെമ്പകമൊട്ടു വിരിഞ്ഞതുപോലൊരു പുഞ്ചിരി തരണുണ്ടേ. मोदी जी को इस बात का गर्व है कि वे बहुत अच्छा भाषण देता है. मैं इस बात से बिल्कुल सहमत हूँ. वे एक बड़े ऑरेटर हैं. वे एक अभिनेता की तरह भाषण देते हैं. मैं तो चाहती हूँ अगर उनके भाषण से देश का पेट भर सकता हो. इनकी निम्मत इटले ചെങ്ങന്നൂരിൽ ഇടതു സ്ഥാനാർത്ഥി സജി ചെറിയാനും നാമനിർദ്ദേശ പത്രിക നൽകി. വാഹന പര്യടനം നടത്തി എല്ലാ ബൂത്തുകളും ഒരു വട്ടം സന്ദർശിച്ച ശേഷം നാമനിർദ്ദേശ പത്രിക നൽകിയ ഇടതു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രചാരണത്തിൽ മുന്നിൽ. UDF സ്ഥാനാർത്ഥി വാഹന പര്യടനം തുടങ്ങിയിട്ടേയുള്ളൂ. BJP സ്ഥാനാർത്ഥി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. സംസ്ഥാന നേതാക്കളും ചെങ്ങന്നൂരിൽ തമ്പടിച്ച് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദേശീയ നേതാക്കളും വരുന്നതോടെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചാവസ്ഥയിലാവും. സ്ഥാനാർത്ഥികൾ ചെങ്ങന്നൂരിൻ്റെ കണ്ണിലുണ്ണികളും പ്രിയ സാരഥികളും വികസന നായകരും ഒക്കെയായി മാറിക്കഴിഞ്ഞു. 5 ആണ്ട് ഭരിക്കാൻ അച്ചാരം വാങ്ങിച്ചിട്ട് നെട്ടോട്ടം തുടങ്ങിയല്ലോ, നാടാകെ കലങ്ങിയല്ലോ, കേളന്മാർ കുലുങ്ങിയല്ലോ, ഊളന്മാർ നടുങ്ങിയല്ലോ, കേളന്മാർ കുലുങ്ങിയല്ലോ, ഊളന്മാർ നടുങ്ങിയല്ലോ. എന്ത് കിട്ടും, എന്ത് കിട്ടും, കൂടെ നിന്നാൽ എന്ത് കിട്ടും, കിട്ട് കിട്ടും, വേണ്ടി വന്നാൽ എന്ത് കിട്ടും, പാട്ടുപാടി പുട്ടുപോലെ ജയിച്ചു കേറാം, പാട്ടുപാടി പുട്ടുപോലെ ജയിച്ചു കേറാം. എന്ത് കിട്ടും, എന്ത് കിട്ടും, കൂടെ നിന്നാൽ എന്ത് കിട്ടും, നോട്ട് കിട്ടും, ചീട്ട് കിട്ടും, വേണ്ടി വന്നാൽ എന്ത് കിട്ടും. തന്ത്രങ്ങളിലും മുന്നിലെത്താനാണ് ഇടതു സ്ഥാനാർത്ഥി സജി ചെറിയാൻ്റെ ലക്ഷ്യം. അന്തരിച്ച MLA KK രാമചന്ദ്രൻ നായരുടെ സ്മൃതി കുടീരം സന്ദർശിച്ച ശേഷം കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ നിന്ന് കെട്ടിവെക്കാനുള്ള കാശും വാങ്ങിയാണ് സജി ചെറിയാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തേകുവാൻ LDF സാരഥിയായി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന സജി ചെറിയാന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവതരിപ്പിക്കുന്ന ഓട്ടം തുള്ളൽ കഥ ശശിചരിതം 1-ാം ദിവസം. നമ്മൾ ആരാണാവോ? പറയട്ടോ, PK ഗോപാലകൃഷ്ണപിള്ള നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ചെങ്ങന്നൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഹൈസ്കൂൾ അഡ്മിഷൻസ് ആയിരുന്നു. പാണ്ടനാട് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു. ഞങ്ങളെല്ലാം ശർക്കര കൊച്ചാട്ടൻ എന്ന് വിളിക്കുന്ന എൻ്റെ പ്രതിതുല്യനായ വ്യക്തിയാണ്. ചെങ്ങന്നൂരിന്റെ വികസനവും പൂർത്തീകരിക്കാൻ ഇടതുപക്ഷത്തെ സഹായിക്കണം എന്ന അഭ്യർത്ഥന അദ്ദേഹം മാനിച്ചു. ഞാൻ ഇന്ന് വീട്ടിൽ പോയി എനിക്ക് കെട്ടിവെക്കാനുള്ള 10,001 രൂപ പ്രിയപ്പെട്ട എൻ്റെ പ്രതിതുല്യനായ എൻ്റെ പിതാവാണ് തന്നിട്ടുള്ളത്. മുൻ കോൺഗ്രസ് നേതാവ് ശോഭന ജോർജ് ഇപ്പോൾ തന്നെ LDF ക്യാമ്പിലുണ്ട്. കോൺഗ്രസിൻ്റെ മറ്റൊരു പഴയകാല നേതാവിനെ കൊണ്ട്
ഇടത് സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ അറിയിക്കാനുള്ള സജി ചെറിയാൻ്റെ സൈക്കോളജിക്കൽ മൂവാണ് ഇനി. ഇവരെക്കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്ക് 100 നാവാണ്. 2 വാക്ക് പ്രിയപ്പെട്ട കൊച്ചാട്ടൻ പറയും. ഈ സജി ചെറിയാൻ വന്നാൽ ഈ നാടിന് വികസനം ഉണ്ടാവും. പാപ്പിക്കായന് അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. അവിടെ ഒരു പാലം ഉണ്ടാക്കി. ആ പാലം ഇപ്പം സജി ചെറിയാൻ വന്നേ പിന്നെ പൂർത്തിയാകാൻ പോകുന്നു. വികസനമാ പ്രധാനം. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. കണ്ണിൽ ഉണ്ണിയാണ്. അച്ഛൻ അനുഗ്രഹം മതി. എന്റെ വീടായി കൊടിവച്ചക്കാർ വീട്ടിലെത്തും. കൊടി പിടിക്കാൻ വോട്ട് കിട്ടാൻ, ആ കൊടി പിടിക്കാൻ കൂട്ടുകാരെ. കസ്റ്റഡി മരണത്തിനും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുമെതിരെ UDF നടത്തിയ കളക്ട്രേറ്റ് പിക്കറ്റിംഗ് സമരത്തിനോട് അനുഭാവപൂർണമായ ഒരു സമീപനമല്ല പോലീസ് സ്വീകരിച്ചത്. കൊച്ചിയിൽ KPCC പ്രസിഡന്റ് MM ഹസനെ കുറച്ചൊന്നുമല്ല പോലീസ് വെയിലിൽ നിർത്തിയത്. ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞ് പിക്കറ്റിംഗ് തുടങ്ങിയ ഉടനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്താലല്ലേ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ സമരം അവസാനിപ്പിക്കാൻ പറ്റൂ. ഒന്ന് വന്ന് അറസ്റ്റ് ചെയ്യൂ പ്ലീസ്, സഹായിക്കൂ എന്ന് നേതാക്കൾ പോലീസിനെ വിളിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. KPCC പ്രസിഡന്റിനെ കൊണ്ടുപോകാൻ വാഹനമെത്തിക്കുന്നതുവരെ വീണ്ടും വെയിലത്ത് പ്രസിഡന്റ് അദ്ദേഹം. ശത്രുക്കളോട് പോലും പോലീസ് ഇങ്ങനെ കാണിക്കരുത് എന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ നടക്കുന്നതല്ല എല്ലാവരുടെയും കാര്യം ശരിയാക്കാൻ വന്ന നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുന്നതല്ലാതെ, നിങ്ങളുടെ രാഷ്ട്രീയ പ്രതികാരത്തിന് പ്രതിയോഗികളെ കൊലപ്പെടുത്തുന്നതല്ലാതെ വേറെ വല്ലതും ഈ 2 വർഷക്കാലത്തിനിടെ ഇവിടെ നടന്നിട്ടുണ്ടോ? ഈ കൊലപാതകങ്ങളെല്ലാം രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ ചോരക്കളമാക്കി മാറ്റിയ കൊലപാതകങ്ങൾ. ഇതിനൊരു അറുതി വന്നേ മതിയാവും. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. പടനിലങ്ങളിലാകെയും പടഹകാഹളഭേരികൾ, പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാളുമായി. എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇനി വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. നേതാവിൻ്റെ ബഡായി വർത്തമാനം. ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് പുലിമടയിൽ ചെന്ന് പുലിയെ ആക്രമിച്ച് തോൽപ്പിക്കുക എന്ന നയമാണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. BJPയിലെ ആസ്ഥാന ബുദ്ധിജീവിയായ PS ശ്രീധരൻപിള്ളയേക്കാൾ അണികൾക്ക് പ്രിയപ്പെട്ട നേതാവാകാനാണ് BJPയുടെ കൊച്ചി റേഞ്ച് ബുദ്ധിജീവി AN രാധാകൃഷ്ണന്റെ ശ്രമം. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിൻ്റെ അമ്മയിൽ നിന്ന് പതാക സ്വീകരിച്ച്
അട്ടപ്പാടി മുതൽ വരാപ്പുഴ വരെ AN രാധാകൃഷ്ണൻ നടത്തുന്ന ജാഥയ്ക്ക് പതാക ഏറ്റുവാങ്ങാൻ അട്ടപ്പാടിയിലെത്തിയപ്പോൾ മധുവിൻ്റെ അടഞ്ഞുകിടക്കുന്ന വീടാണ് കണ്ടത്. പിന്നെ എങ്ങനെയോ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് കോഴിക്കോട്ടെത്തിയ രാധാകൃഷ്ണൻ്റെ യാത്രയെക്കുറിച്ച് നാട്ടുകാർ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും കൊണ്ടാണ്. ഇതാ ഒരു സാമ്പിൾ. പിണറായി സർക്കാരിനെ പിരിച്ചുവിടുമെന്നാണ് ഭീഷണി. ആരെയും മുരുകൻ 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണ് അവൻ. ഞങ്ങളൊന്ന് ഒപ്പിട്ടാൽ 2 മിനിറ്റ് പോയി ഈ ഇരട്ടച്ചങ്കൻ പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കാൻ 2 മിനിറ്റ് മതി. ഞങ്ങളെന്താ ചെയ്യാത്ത? ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് പുലിമടയിൽ ചെന്ന് പുലിയെ ആക്രമിച്ച് തോൽപ്പിക്കുക എന്ന നയമാണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി പ്രസംഗിച്ചതെന്താ? ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തോക്കിന്റെയും ബോംബിന്റെയും കടാരയുടെയും നടുവിലൂടെയാണ് നടന്നു നീങ്ങിയത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രായം എത്രയാ? എന്റെ അറിവിൽ 73 വയസ്സ്. മനസ്സിലാക്കി കളഞ്ഞല്ല. അപ്പൊ സ്വാഭാവികമായും ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ 53 കൊല്ലം മുമ്പ്, ഈ 53 കൊല്ലങ്ങൾക്ക് മുമ്പ് സഖാവ് പിണറായി വിജയനെ ആരുടെ തോക്കിന്റെയും ബോംബിന്റെയും നടുവിലൂടെയാണ് കടന്നുപോയത്? മുരുകനടഞ്ഞ നരസിംഹ. അന്ന് RSSനാകെ 1-2 ശാഖ തിരുവങ്ങാട് മാത്രം. ഞങ്ങൾക്ക് പ്രവർത്തനമില്ല. പ്രിയമുള്ളവരെ, അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കടാരയുടെയും ബോംബിന്റെയും തോക്കിന്റെയും നടുവിലൂടെയാണ് കടന്നുപോയത് എങ്കിൽ ഇയാൾ അറിയപ്പെടുന്ന തെമ്മാടി ആയതുകൊണ്ട് ആരെങ്കിലും ചുറ്റും കൂടിയതായിരിക്കും. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. ചെഗുവേര തുടങ്ങിയവരെ കമ്മ്യൂണിസ്റ്റുകൾ ആരാധിക്കുന്നതിന് പണ്ടേ AN രാധാകൃഷ്ണൻ എതിരാണ്. BJP നേതാവ് CK പത്മനാഭൻ ഒരു ചെഗുവേര പ്രേമി ആണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങൾ ആരെയാണ് സ്വപ്നം കാണുന്നത്? നിങ്ങൾ സ്വപ്നം കാണുന്നത് 14-ാം വയസ്സിൽ 14 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ പൂർണ്ണ നഗ്നയാക്കി വെടിവെച്ചു കൊന്ന ചെഗുവേരയാണ് നിങ്ങളുടെ നേതാവ്. 4 കോടി ആളുകളെ വെടിവെച്ചു കൊന്ന മാവോ സീതനാണ് നിങ്ങളുടെ നേതാവ്. ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ചു കൊന്ന സ്റ്റാലിനാണ് നിങ്ങളുടെ നേതാവ്. അതും പോരാഞ്ഞിട്ട് പിണറായി കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണൻ നേതാവ് ആരാ? കൊറിയയുടെ പ്രധാനമന്ത്രി. പണ്ട് പുന്നമടക്കായൽ കാലിക്കോണ കൊടുത്ത് കക്കാവാരി നടന്ന കാലത്തെ തരവടി എടുത്താലുണ്ടല്ലോ, എല്ലിൻ്റെ കൂടും പാലിൻ്റെ കുറയും. ഇനിയാണ് AN രാധാകൃഷ്ണന്റെ കടും കൈ. മാഹിയിൽ RSSുകാർ കൊലപ്പെടുത്തിയ CPMകാരൻ കൊല്ലപ്പെട്ടത് അനാശാസ്യത്തിന് പോയപ്പോഴാണെന്ന് ഇന്നലെ പറഞ്ഞ രാധാകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് മറ്റൊരു കഥയാണ്. ഒരാൾ മരണപ്പെട്ടത് ഞങ്ങളുടെ പരിപാടിയിൽ അവസാനമായി പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സമിതി അംഗം ഞങ്ങളുടെ പരിപാടിയില PK കൃഷ്ണദാസ് സമ്മാനദാനം നടത്തിയ പരിപാടിയിലാണ് അവസാനമായി പങ്കെടുത്തത്. ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് സ്വന്തം പാർട്ടിക്കാരനായ സഹപ്രവർത്തകനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി ഞങ്ങളുടെ തലയിൽ വെക്കാനുള്ള നെറികെട്ട ഒരു വർത്തമാനം പറഞ്ഞാൽ ഇതില്ലാത്ത രാഷ്ട്രീയം നടത്തുന്ന ഏക പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. മുന്നണി മാറ്റം അറിയാതെ പത്തനംതിട്ടയിലെ UDF ഇടവേളയ്ക്ക് ശേഷം. ഇതെന്തു മറിമായും ജനതാദൾ യുവും അതിൻ്റെ നേതാവ് MB വീരേന്ദ്രകുമാറും UDF വിട്ടത് പത്തനംതിട്ടയിലെ UDF നേതൃത്വം അറിഞ്ഞ മട്ടില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ കളക്ട്രേറ്റ് പിക്കറ്റിങ്ങിൻ്റെ പ്രചാരണ ഫ്ലെക്സ് ബോർഡിൽ MB വീരേന്ദ്രകുമാറിൻ്റെ ചിത്രവും ഉണ്ട്. ഇതെന്തു മറിമായും
ഇതെന്ത് മറിമായും? ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.